ഒരു വാർത്ത ചിത്രീകരിക്കാനായി പോകുന്നതിനിടെയാണ് ദേശീയപാതയിൽ കൊളപ്പുറത്ത് നടത്തുന്ന ഒരു KSRTC ബസ് ശ്രദ്ധയിൽപ്പെട്ടത്. ആ ബസിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബോർഡുണ്ടായിരുന്നു. വിജയകരമായ 51 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിക്കുന്ന ഗഫൂർ ബായിക്ക് ജന്മനാടിന്റെ ആദരം എന്നുള്ളത്. നമ്മൾ ഈ ബസ് സൈഡാക്കിച്ച് നിർത്തിയപ്പോഴാണ് അദ്ദേഹം മലപ്പുറം കാടാമ്പുഴ മാറാക്കരയുള്ള ആളാണ്. അദ്ദേഹം 51 വർഷം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് നാട്ടുകാർ ഒരു KSRTC ബസ് എടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാനായി കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോയതാണ്. അങ്ങനെ അദ്ദേഹത്തെ സ്വീകരിച്ചു വരികയാണ്. ഇതിനുശേഷം അദ്ദേഹത്തിന് നാട്ടിൽ വലിയൊരു സ്വീകരണമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ KSRTC ബസ്സിൽ സ്വീകരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഈ KSRTCയിലാണ് അദ്ദേഹം ഉള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. വാ. എനിക്ക് എന്റെ നാട്ടുകാർ എനിക്ക് ചങ്ക് പറിച്ചു തന്നു. ഒരൊറ്റ വാക്കിൽ ഞാൻ പറയാം, നാട്ടുകാർ എനിക്ക് ചങ്ക് പറിച്ചു തന്നു. അത്രയും സ്നേഹമാണ് ഇവർക്ക്. നാട്ടിലതാ കുറെ ആളുകൾ ഇപ്പൊ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ ട്രാൻസ്പോർട്ട് ഗണേഷ് കുമാർ ഇതിന് അംഗീകാരം കൊടുത്തു. അതിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഞാൻ പോയതെന്ന് പറഞ്ഞാൽ 1974 സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ പാസ്സായിട്ടുള്ള 3 മാസം. അങ്ങനെ ഞാൻ ദുബായിൽ പോയി. അന്ന് ഇവിടെ കേരളത്തില് എയർപോർട്ടോ ഒന്നുമില്ല. അന്ന് ട്രെയിനിന് പോകണം, തിരുവനന്തപുരം ട്രെയിനിന് പോകണം. അന്ന് പോകുമ്പോഴേ ഒരു വാന് നിറയെ ആളുകളുണ്ടായിരുന്നു, 2 ജീപ്പും ഉണ്ടായിരുന്നു. ബോംബെയിൽ പോയി. ബോംബെയിൽ അന്ന് 3 ദിവസം പിടിക്കും. ബോംബെയിൽ നിന്നാണ് പിന്നെ ഫ്ലൈറ്റിന് പോയത്. അങ്ങനെ ഞാന് ദുബായിലെത്തി. അവിടെ ഉപ്പ അവിടെ ഉണ്ടായിരുന്നു. ഉപ്പാന്റെ കച്ചവടത്തിലായിരുന്നു. കച്ചവടം. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ UAE ഡിഫൻസിൽ എനിക്ക് ജോലി കിട്ടി. UAE ഡിഫൻസിൽ 18 വർഷം ഞാൻ ജോലി ചെയ്തു. അവിടുന്ന് പല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും, പക്ഷെ അത് എന്റെ ജീവിതം മാറ്റിമറിച്ചു. കാരണം ഡിഫൻസിലെ അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഈ നിലയില് ഞാൻ എത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ എന്താണെന്ന് മനസ്സിലായത് UAE ഡിഫൻസ് എന്നാണ്. കാരണം പല ജോലികളും എനിക്ക് ഡിഫൻസിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ UAE അവിടുന്ന് റിസൈൻ ചെയ്തു. ഞാൻ തിരിച്ചിട്ട് ദുബായിൽ പോയി. അവിടെ ഞാൻ ടാക്സിയിൽ, ദുബായ് ട്രാൻസ്പോർട്ട് ടാക്സിയിൽ പെട്ടെന്ന് വിസാക്കണം. അങ്ങനെ ഞാൻ 10 മാസം അവിടെ ദുബായ് ട്രാൻസ്പോർട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു അറബി വണ്ടിയിൽ കയറി. അപ്പൊ എനിക്ക് അറബി നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അപ്പൊ അറബി എന്നോട് ചോദിച്ചു, നീ ഈ രാജ്യത്ത് നല്ല സംസാരിക്കുന്നുണ്ടല്ലോ, നീ ഇവിടുത്തെ കാരനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനല്ല, നിനക്ക് ജോലി വേണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ജോലി, അപ്പൊ എനിക്കറിയില്ല, എനിക്കറിയില്ല, ഇംഗ്ലീഷിന്റെ ഒരു വാക്ക് പോലും എനിക്കറിയില്ല. ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചതേ ഉള്ളൂ അന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ജോലി ഒരു CV ബയോഡേറ്റ ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു. അങ്ങനെ ഞാൻ അത് അയച്ച് ഫാക്സ് ചെയ്ത് കൊടുത്തു. എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. 1 മാസം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. 1 മണിക്കൂർ 20 മിനിറ്റ് എന്നെ ഇന്റർവ്യൂ ചെയ്തു. എന്നെ അവിടെ PR ആയിട്ട് അവിടെ നിന്ന് ജോയിൻ ചെയ്തു. അന്ന് ജുമേര ബീച്ച് ഹോട്ടൽ മാത്രമാണ് അവിടെ ഉള്ളത്. അതിനുശേഷം ബുർജുൽ അറബ് ഹോട്ടല് 7 സ്റ്റാർ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ഹോട്ടൽ, വേൾഡിലെ ഏറ്റവും 7 സ്റ്റാർ ഹോട്ടലുള്ള ഒരേ ഹോട്ടലുള്ള ബുർജുൽ അറബ്. പിന്നെ എമിറേറ്റ്സ് ടവർ, വേൾഡ് വാദി വാട്ടർ പാർക്ക്, മദീന ജുമേര, ഇത്തിരി ഹോട്ടൽസ് പ്രോപ്പർട്ടികൾ ജുമേരന്റെ വന്നു. ഇതിന്റെ എല്ലാ വർക്കുകളും ഞാൻ ഒരാളായിരുന്നു ചെയ്തിരുന്ന. ഇവരെ വിസ നോക്കിയിരുന്നത്, മെഡിക്കല്, പോലീസ് കേസ്, കൗൺസിലിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഗവൺമെന്റ് റിലേഷൻ. അന്ന് അവിടെ PR ആയിട്ട് കയറി, സൂപ്പർവൈസറായി, പിന്നെ മാനേജറായി. അത് അത്രയും വലിയ പൊസിഷനിൽ കിട്ടി. 17,000 18,000 എംപ്ലോയീസ് ഉണ്ടായിരുന്നു. അതിന്റെ പുറമെ 189 രാജ്യക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാവരെയും കൈകാര്യങ്ങൾ ചെയ്യാൻ, ഇവരെല്ലാവരും കാര്യങ്ങൾ നോക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് അവാർഡ്, PRO അവാർഡ് എനിക്ക് ദുബായിൽ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ ഞാൻ അവിടെ വാങ്ങിയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് എംപ്ലോയിക്കുള്ളത്, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്, ഏറ്റവും നല്ല ചിരിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പല അംഗീകാരങ്ങളും, ഒരുപാട് അംഗീകാരങ്ങൾ എനിക്ക് UAE ഇപ്പൊ ഇതാ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് അവിടെ ഹിറ്റ് 96.7 FM-ലെ മിസ്റ്റർ മിഥുന്, അതുമാതിരി വേറെ എന്റെ സുഹൃത്തുക്കൾ പലവരും ഇന്റർവ്യൂ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം അറ്റൻഡ് ചെയ്തു. വളരെ പ്രവാസ ജീവിതം പൂർണ്ണമായി അവസാനിപ്പിച്ചു. പ്രവാസ ജീവിതം അവസാനിച്ചു. ഇനി നാട്ടിൽ കൂടട്ടെ. ഇനി ഇവിടെ നിന്നിട്ട് ഇന്ത്യ എന്താണെന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. കാരണം എനിക്ക് ഇനി ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ, ഞാൻ എന്റെ അനിയൻ സിദ്ദീഖ് അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ഒന്നിങ്ങനെ കുറച്ചിങ്ങനെ കറങ്ങട്ടെ. ഈ നാട്ടുകാരുടെ സ്നേഹത്തെ
നാട്ടുകാരെ സ്നേഹം ഞാൻ പറഞ്ഞില്ല, ഇവർ എനിക്ക് ചങ്ക് പറിച്ചു തന്നു. ഇവിടെ എനിക്ക് ഓരോരുത്തരെ പേരെടുത്ത് പറയാൻ പറ്റില്ല. നാട്ടിലെ ആൾക്കാർ അവിടെ കാത്തു നിൽക്കുന്നത് ഈ കുട്ടികളും ഇവരെല്ലാരും. കാരണം ഞാൻ പോകുമ്പോ ഇവർ ആരും ഇല്ല ദുബായിക്ക് പോകുന്ന സമയത്ത്. ഇപ്പൊ എനിക്ക് 65 വയസ്സായി. ഇത് എനിക്ക് അംഗീകാരം എന്റെ ഉപ്പാന്റെ പ്രാർത്ഥനയാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്താനുള്ള കാരണം. എന്റെ ഉപ്പാന്റെ ആവശ്യം ഞാനൊരു ബിസിനസ്സുകാരനാവണമെന്നായിരുന്നു. പക്ഷെ ഞാൻ ഒരു എംപ്ലോയി ആയി. ബിസിനസ്സുകാരൻ അനിയനായി പോയി അവന് അൽദാൻ കുബൂസ്. ഞാൻ ഒരു എംപ്ലോയി ആയി. പക്ഷെ എനിക്ക് ഉപ്പാക്ക് ബിസിനസ് കൊണ്ട് ഒരു പേര് സ്ഥാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഒരു എംപ്ലോയിന്റെ സ്ഥാന പേര് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ ആ ദൈവാനുഗ്രഹം കൊണ്ട് ഉപ്പാന്റെ പ്രാർത്ഥന അത് ഞാൻ നിറവേറ്റി. ഇന്ന് വളരെയധികം സന്തുഷ്ടനാണ്. ഏറ്റവും UAE-ലും എല്ലാവരും അറിയപ്പെടുന്ന ഒരാളെന്നെ ഗഫൂർ ജുമേര എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ഇപ്പതാ ഇവിടെ മീഡിയ വണ്ണിന്റെ എല്ലാ നിങ്ങളെ ഇന്റർവ്യൂ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതുകൊണ്ടും സന്തോഷമുണ്ട്. വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കരിപ്പൂർ എയർപോർട്ടിലാണെന്നല്ല, ഏതെങ്കിലും ഒരു എയർപോർട്ടിലേക്ക് ഒരു വരവേൽപ്പിന് വേണ്ടിയിട്ട്, ഒരു സ്വീകരണത്തിന് വേണ്ടിയിട്ട് KSRTC ആദ്യമായിട്ട് ഇന്നാണ്. അപ്പോൾ അതിന് നമ്മളെ മന്ത്രി KB ഗണേഷ് കുമാറിനോട് വരെ നമ്മൾ നന്ദി പറയാണ്. ഇങ്ങനെ ഒരു പരിപാടിക്ക് നമുക്ക് ബസ് വിട്ടു തന്നതിന് നന്ദിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, വളരെയധികം സന്തോഷം എല്ലാവരും തന്നെ. അപ്പം ഗഫൂർഭായി നാട്ടിലൊക്കെ ഒരുപാട് സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഇത്തരത്തിലുള്ളൊരു സ്നേഹസമ്മാനം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ള വലിയൊരു KSRTC സാധാരണഗതിയിൽ നമ്മുടെ കല്യാണത്തിനൊക്കെ വിളിച്ചു പോകാറുണ്ട്. പക്ഷെ ഇങ്ങനെ പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണും. ഇപ്പം KSRTC ഡ്രൈവർ തന്നെ ജീവനക്കാരൊക്കെ ഇതായിരുന്നു. ഇത് എവിടുത്തെ ഏത് ഡിപ്പോലെയാണ്? ഇത് പൊന്നാനി ഡിപ്പോലെ എന്നാണ് ഞങ്ങൾ വരുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടാണ് KSRTC BTC എന്ന ആശയം വരുന്നത്. സാധാരണക്കാരായ ആൾക്കാർക്ക് വിനോദയാത്രകൾ കൊണ്ടുവരാം, ബഡ്ജറ്റ് ടൂറിസം എന്നുള്ളത്. അത് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒരു നയപരമായിട്ടുള്ള തീരുമാനമാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് CMDയും നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറുമാണ്. മാത്രമല്ല ഇത് ജനങ്ങളെ ഏറ്റെടുത്ത് കഴിയുകയും ചെയ്തു. ഇപ്പോ ഗഫൂർക്ക ഞങ്ങൾക്ക് പുതിയൊരു അവസരമാണ് തന്നത്. KSRTC ചരിത്രത്തിൽ ഒരു എയർപോർട്ടിൽ നിന്ന് ഒരാളെ നമുക്ക് വിളിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. ഇത് തുടങ്ങി വെച്ചിരിക്കുക. ഇതിപ്പോ നോക്കുമ്പോ ഇനിയിപ്പോ ഇവിടുന്ന് ഈ പ്രദേശത്ത് നിന്ന് മുഴുവൻ ഞങ്ങൾക്ക് തോന്നുന്നു ഇനി KSRTC-യിലായിരിക്കും വരവും പോക്കുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവാഹങ്ങൾക്ക് മറ്റൊക്കെ വിളിച്ചിട്ടുണ്ട്. വിവാഹങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട്. അങ്ങനെയില്ല. അപ്പൊ ഇനി ഒരു പുതിയ തുടക്കമാണ് ഇവര് കുറിച്ചിട്ടുള്ളത്. ഇതിപ്പോ എന്താ പറഞ്ഞാൽ നമ്മുടെ കേരളം മുഴുവൻ വ്യാപിക്കും. മാത്രമല്ല ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഗഫൂർ ഖാനോടും ബാക്കി ഇതിന്റെ ടീം അംഗങ്ങളോടും ഒക്കെ ഞങ്ങളുടെ നന്ദി പറഞ്ഞു. പൊന്നാനി KSRTC ATO BTC കോർഡിനേറ്റർ മുഹമ്മദ് ഇവരോടെല്ലാം ഞങ്ങളുടെ നന്ദി അറിയിക്കണം. ഞങ്ങൾ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് വളരെ ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഏതായാലും ഈ KSRTC ബസ് ഒരു സ്നേഹത്തിന്റെ യാത്ര നടത്തുകയാണ്. കാരണം 51 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തുന്ന ഗഫൂർ ഭായിക്ക് അദ്ദേഹത്തിന്റെ നാട് നൽകുന്ന ഒരു സ്വീകരണമാണ്. ഈ ബസ്സൊക്കെ എടുത്ത് അവർ എയർപോർട്ടിൽ പോയി അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം നാട്ടിൽ നൽകുന്നു എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹം ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളും അതോടൊപ്പം നാട്ടിൽ ഒരുപാട് പേർക്ക് ജോലി നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിന്റെ ഒരു സ്നേഹം തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ അദ്ദേഹത്തിന് തിരിച്ചു നൽകുന്നത്. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.